ഹായ് മക്കളെ, നമ്മൾ ഇന്ന് സൗണ്ട് വേവ്സിൽ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ വളരെ ചാൻസ് കൂടിയുള്ളൊരു പോർഷനാണ് എടുക്കുന്നത്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന സൗണ്ടിനൊരു ലിമിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ ലിമിറ്റ് എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണെന്നറിയാം. അപ്പം ഇത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആ ബേസ് ചെയ്ത ക്വസ്റ്റ്യനാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിക്കേ. എന്തായാലും ചോദിച്ചിരിക്കുന്നത്, അതായത് ഒരു സൗണ്ട്, ആ സൗണ്ട് പോകുന്ന വേഗത എന്ന് പറയുന്നത് വേഗത വി എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിലെ വേഗത എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിൻ്റെ വേവ് ലെങ്ത്, ആ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. അത് 70 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ വേവിൻ്റെ ഫ്രീക്വൻസി എത്ര? ആ ഫ്രീക്വൻസി വരുന്ന വേവ് ഏത് വേവ് എന്നറിയപ്പെടുന്നു? അങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം ഇക്വേഷൻ v/λ. നോക്കിക്കേ, ഇവിടെ എന്താ വി എന്ന് വന്നേക്കുന്നത്? വി എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ മീറ്റർ പെർ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ തന്നേക്കുന്നത് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ്. മനസ്സിലാക്കി വച്ചേക്കണം. 350/70 ആണ്, 70 മീറ്റർ. ഈ 0 കട്ട് ചെയ്യാം. 7 7 ഒരു തവണ, 35 5 തവണ. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് 5 ഹെഡ്സ് ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ എന്താ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന സൗണ്ടിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണ്, അല്ലെങ്കിൽ 20,000 ഹെഡ്സ് വരെയാണ്. ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാ? 5 ഹെഡ്സ് അല്ലേ? അത് ഇതിനിടയ്ക്ക് വരുമോടാ? വരത്തില്ല. ഇതിൽ കുറവാ. 20 ഹെഡ്സിൽ കുറവാണ് 5 ഹെഡ്സ്. അങ്ങനെയാണെങ്കിൽ ആ ഹെഡ്സിനെ വിളിക്കുന്ന പേര്, ആ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് വേവ്. എന്തായിരിക്കും? ഇൻഫ്രാസോണിക് വേവ്. അപ്പോൾ പഠിച്ചു വെക്കണം. 20 ഹെഡ്സിൽ താഴെ വരുന്ന ഏത് ശബ്ദ തരംഗങ്ങളെയും ഏത് വേവുകളെയും വിളിക്കുന്ന പേര് ഇൻഫ്രാസോണിക് വേവുകളാണെന്നാണ്. ഇനി 20 കിലോ ഹെഡ്സിന് മുകളിലാണെങ്കിൽ അങ്ങനെയുള്ള വേവിനെ വിളിക്കുന്ന പേര് അൾട്രാസോണിക് വേവുകൾ എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റത്തില്ലേ? കമന്റ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. നമ്മൾ എന്താ ചെയ്തത്? ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഫ്രീക്വൻസി കണ്ടുപിടിക്കൽ ഇക്വേഷൻ v/λ. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ മീറ്റർ പെർ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ അത് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ആണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു.